ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരി കഴിക്കൽ കഴിഞ്ഞ് അടുക്കളയിലെ പണികൾ തീർത്ത് കിടക്കാനായി പോകാൻ ഒരുങ്ങിയപ്പോൾ രാമകൃഷ്ണൻ കൊടുത്ത ഫോണുമായി ദിയ അവിടേക്ക് വന്നു. എടി, നിന്നെ ആ അങ്കിള് വിളിക്കുന്നുണ്ട്, നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ദിയ ആ ഫോൺ ഗൗരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരോടും സംസാരിക്കാനുമില്ല, ഗൗരി പറഞ്ഞു. അപ്പോൾ പങ്കജം ഗൗരിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പതുക്കെ പറഞ്ഞു, മര്യാദയ്ക്ക് ആ ഫോൺ വാങ്ങി അയാളോട് സംസാരിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. പങ്കജം ഗൗരിയുടെ മുടിയിൽ നിന്ന് പിടിവിടാത്തതുകൊണ്ട് വേദനിച്ച് ഗൗരി പറഞ്ഞു, മുടിയിൽ നിന്ന് പിടിവിട ഇളയമ്മേ, എനിക്ക് വേദനിക്കുന്നു. മര്യാദയ്ക്ക് ആ ഫോൺ വാങ്ങി അയാളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ നോക്ക്, എന്നിട്ട് ഞാൻ പിടിവിടാം, പങ്കജം പറഞ്ഞു. അപ്പോൾ ഗൗരി ദിയയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു. ഗൗരി, ഞാൻ എത്ര നേരായി വിളിച്ചിട്ട്, അയാൾ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണീരൊഴുക്കി നിന്നു. കണ്ണീരൊഴുക്കി നിൽക്കാതെ എന്തെങ്കിലും പറയടി, പങ്കജം പറഞ്ഞു. കഴിച്ചു കഴിഞ്ഞോ, അയാൾ ചോദിച്ചു. അവൾ മൂളി. അവർ സംസാരിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പങ്കജം അവളുടെ മുടിയിൽ നിന്ന് കൈയെടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവുക. എന്നിട്ട് ഫോൺ അവിടെ വെച്ച് അവൾ അവളുടെ റൂമിലേക്ക് ഓടി. നിക്കടി അവിടെ എന്ന് പറഞ്ഞ് പങ്കജം പിന്നാലെ പോയെങ്കിലും അവൾ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവളുടെ ഒരു ധിക്കാരം കണ്ടില്ലേ, എത്ര കാശാ അയാൾ ഇവൾക്ക് വേണ്ടി ചെലവാക്കിയത്, എന്നിട്ട് അയാളോടൊന്ന് സംസാരിക്കാൻ പോലും അവൾ നിന്നില്ല, പങ്കജം പറഞ്ഞു. ദിയ ആ ഫോണെടുത്ത് അവളുടെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാജീവ് ഓഫീസിലെത്തുമ്പോൾ ഗൗരി അവളുടെ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് രാജീവിന് വല്ലാതെ സന്തോഷം തോന്നി. എന്നാൽ അവളുടെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷമുണ്ടായിരുന്നില്ല. മാഹേന്ദ്രത്തിൽ ദേവൻ സാധാരണ ഉണരാറുള്ള സമയമായപ്പോൾ രാമേട്ടൻ ചായയുമായി മുറിയുടെ മുന്നിൽ ചെന്ന് വിളിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ദേവൻ വന്ന് ഡോർ തുറന്നു. രാമേട്ടനിൽ നിന്ന് ചായ വാങ്ങി ഡോർ അടച്ച് തിരികെ റൂമിലേക്ക് തന്നെ പോയി. രാമേട്ടൻ സ്റ്റെയർകേസ് ഇറങ്ങി വരുന്നത് കണ്ട് രവി ചോദിച്ചു, സാറിന് എങ്ങനെയുണ്ട്, മൂഡ് ചേഞ്ചായോ? ഇല്ല, സാധാരണ ചായ കൊടുത്താ അത് കുടിച്ചു കഴിഞ്ഞ് കപ്പുമായേ ഞാൻ തിരികെ വരാറുള്ളൂ. ഇന്ന് ചായ വാങ്ങി വേഗം ഡോർ അടച്ചു, രാമേട്ടൻ പറഞ്ഞു. മരുന്നിന്റെ സെഡേഷൻ വിട്ടിട്ടുണ്ടാകില്ല, കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി ചെന്ന് നോക്ക് എന്ന് പറഞ്ഞ് രവി അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് രാമേട്ടൻ ഒന്നുകൂടി ദേവന്റെ റൂമിന്റെ ഡോറിൽ മുട്ടി വിളിച്ചു. ദേവൻ വന്ന് ഡോറ് തുറക്കാത്തതുകൊണ്ട് രാമേട്ടൻ ഡോറിന്റെ ഹാൻഡിലിൽ പിടിച്ച് ഒന്ന് തിരിച്ചു. ഡോർ തുറന്നപ്പോൾ രാമേട്ടൻ അകത്ത് കയറി. അപ്പോൾ ദേവൻ ഉറങ്ങുകയായിരുന്നു. കുഞ്ഞെ, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ, വേഗം കുളിച്ചിട്ട് താഴേക്ക് വായോ, രാമേട്ടൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം, രാമേട്ടൻ പറഞ്ഞു. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ദേവൻ പറഞ്ഞു. കുഞ്ഞെ, മരുന്ന് കഴിക്കേണ്ടതല്ലേ, എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ, കുഞ്ഞ് വേഗം വായോ, രാമേട്ടൻ പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ്, ഒന്നിറങ്ങിപ്പോകുന്നുണ്ടോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, ദേവൻ ഒച്ചയെടുത്തു. ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് ചുരുട്ടിയെറിഞ്ഞു. എന്നിട്ടും ദേഷ്യം തീരാതെ ടേബിളിൽ ഉണ്ടായിരുന്നവയെല്ലാം തട്ടിത്തെറിപ്പിച്ചു. കുഞ്ഞെ, ഒന്ന് വെറുതെ ഇരിക്ക്, എന്തൊക്കെയായി കാണിക്കുന്നത്, രാമേട്ടൻ പറഞ്ഞു. നിങ്ങളോട് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേവൻ രാമേട്ടന് നേരെ ചെന്നു. അപ്പോഴേക്കും രവി ഓടി വന്ന് ദേവനെ പിടിച്ചു. സർ, എന്തൊക്കെയായി കാണിക്കുന്നത്, അടങ്ങിയിരിക്കിവിടെ എന്ന് പറഞ്ഞ് രവി ദേവനെ ബലമായി പിടിച്ചു കൊണ്ടുവന്ന് ദേവൻ ഇങ്ങനെ അസ്വസ്ഥനാകുമ്പോൾ ഉപയോഗിക്കാനായി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ചെയറിൽ ഇരുത്തി. അവിടെ നിന്ന് എഴുന്നേറ്റ്, എന്നെ അടക്കി നിർത്താൻ നീ ആരടാ എന്ന് ചോദിച്ച് ദേവൻ രവിയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. രവി ഒരുവിധം കഷ്ടപ്പെട്ട് ദേവന്റെ കൈ കഴുത്തിൽ നിന്ന് പിടിവിടിച്ചു. ബലമായി പിടിച്ച് ചെയറിലിരുത്തി. അരയിൽ ചെയറിനോട് ചേർന്ന് ബെൽറ്റിട്ടു. എന്നിട്ട് കൈ രണ്ടും പുറകിലേക്ക് കെട്ടി ലോക്ക് ചെയ്തു. ദേവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി പരമാവധി ശ്രമിച്ചു. സർ, ഒന്നടങ്ങിയിരിക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സാറിന്റെ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടാകുന്ന മാറ്റം കേസിനെ എത്രത്തോളം ബാധിക്കുമെന്ന് സാറിനറിയാലോ, രവി പറഞ്ഞു. എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞ് ദേവൻ കൈയിലെ കെട്ട് അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാമേട്ടൻ വന്നു പറഞ്ഞു, കുഞ്ഞെ, ഒതുങ്ങിയിരിക്കെ, ഇല്ലെങ്കിൽ കൈ മുറിയും. രവി, മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, ദേവൻ പറഞ്ഞു.
സാറൊന്ന് ശാന്തനാവാതെ ഞാൻ അഴിച്ചുവിടില്ല. എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് രവി ദേവന്റെ മുന്നിൽ ഒരു ചെയറിട്ടിരുന്നു. ദേവൻ രവിയെ ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും എത്തിയില്ല. കുഞ്ഞൊന്നടങ്ങ് എന്നു പറഞ്ഞ് രാമേട്ടൻ ദേവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവന്റെ അടുത്തു നിന്നു. അപ്പോഴും ദേവൻ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ ദീപ കുറച്ച് പേപ്പറുകളുമായി ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഇതെല്ലാം കോശി സാറ് രാജീവ് സാറിനെ ഏൽപ്പിച്ചിരുന്നതാ. ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തരാം. ഇനി ഇതെല്ലാം നീയല്ലേ ചെയ്യേണ്ടത്. കോശി സാർ ഫീൽഡിൽ പോയി പുതിയ കസ്റ്റമേഴ്സുമായി സംസാരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട വർക്കുകൾ എന്തൊക്കെയെന്ന് എഴുതിയ പേപ്പറാ ഇത്. ഓരോ പേപ്പറിലും കസ്റ്റമേഴ്സിന്റെ അഡ്രസ്സും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വർക്കിന്റെ ഡീറ്റെയിൽസും ഉണ്ടാവും. ആദ്യം അതിന് ഒരു കൊട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കണം. കസ്റ്റമേഴ്സിന് ആ കൊട്ടേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ കസ്റ്റമറുമായി വർക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യൂ. അതെല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ദീപ ഗൗരിക്ക് വർക്കിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ആ സമയം അഞ്ജലി നാൻസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദേവൻ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇനിയും എത്തിയിട്ടില്ല. ഇന്നലെ കുറച്ച് അപ്സെറ്റായിട്ടാണ് പോയത്, അതുകൊണ്ടാണോ അറിയില്ല. ഏയ് അതൊന്നും ആവില്ല, ഇപ്പൊ കുറച്ചായി അങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ. രവിയെ വിളിച്ചാൽ അവനൊന്നും പറയില്ല. ദേവൻ ലീവാണെങ്കിൽ രവി രാജീവിനോട് പറഞ്ഞിട്ടുണ്ടാകും. രാജീവിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, നാൻസി പറഞ്ഞു. ദേവൻ നമ്മുടെ ഫ്രണ്ടാ, എന്നിട്ട് എന്തുകൊണ്ട് അവൻ ഓഫീസിൽ വന്നില്ല എന്ന് രാജീവിനോട് എങ്ങനെയാ ചോദിക്കുക, അഞ്ജലി പറഞ്ഞു. എങ്കിൽ പിന്നെ ദേവൻ സാർ വരുമ്പോ നേരിട്ട് ചോദിക്കാം. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യാൻ നോക്ക്, രാജീവ് അവരുടെ പിന്നിൽ വന്ന് നിന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് അഞ്ജലി പറഞ്ഞു, ഞങ്ങളുടെ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. എന്നിട്ടാണോ കഴിഞ്ഞ മീറ്റിംഗിന്റെ അന്ന് രാവിലെ എല്ലാ സ്റ്റാഫുകളും ചേർന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തു തീർത്തത്? കഴിഞ്ഞ ആഴ്ചയിലെ വർക്കിംഗ് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരൂ, വെരിഫൈ ചെയ്യാനുണ്ട്. അല്ലാതെ രണ്ടാളും കൂടെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ വർക്ക് തീരില്ല, രാജീവ് പറഞ്ഞു. അപ്പോൾ അഞ്ജലി ദേഷ്യത്തോടെ നാൻസിയുടെ അടുത്ത് നിന്ന് അവളുടെ സീറ്റിലേക്ക് പോയി. രാജീവ് അവിടെ നിന്ന് മൊത്തത്തിൽ എല്ലാ സ്റ്റാഫുകളെയും ഒന്ന് നോക്കി. നോട്ടം ഗൗരിയിലെത്തിയതും അവന് ചെറിയൊരു പുഞ്ചിരി വന്നു. അതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് നോക്കിയ ശേഷം അവൻ അവന്റെ ക്യാബിനിലേക്ക് തന്നെ പോയി. മാഹേന്ദ്രത്തിൽ രവി ദേവന്റെ അടുത്തിരുന്ന് അവനെ ശാന്തനാക്കാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ദേവന് അവന്റെ അസ്വസ്ഥതയും ദേഷ്യവും ശമിച്ചപ്പോൾ ദേവൻ പറഞ്ഞു, രവി കെട്ടഴിക്ക്. സാറെന്നെ ഉപദ്രവിക്കോ? രവി ചോദിച്ചു. ഇല്ല, ദേവൻ പറഞ്ഞു. അപ്പോൾ രവി ദേവന്റെ കയ്യിലെ കെട്ട് അഴിച്ചുകൊണ്ട് പറഞ്ഞു, സോറി സാർ, മരുന്ന് തന്നാൽ സാർ ഉറങ്ങേ ഉള്ളൂ. ഉണർന്നാൽ വീണ്ടും ഇതുപോലെ ആയെന്നു വരും. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തത്. സാറിന് ഇത്രയും പ്രകോപനം ഉണ്ടാവാൻ മാത്രമൊന്നും അഞ്ജലി മാഡം ഇന്നലെ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ സാറിന് പറ്റിയത്? അറിയില്ല, ആ പെണ്ണിനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കെന്തോ എന്ന് പറഞ്ഞ് ദേവൻ കണ്ണുകൾ അടച്ചിരുന്നു. അത് പോട്ടെ, ഇനി സാർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. വേഗം കുളിച്ച് റെഡിയായിട്ട് വരൂ, നമുക്ക് ഓഫീസിൽ പോണം. സാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിൽ അങ്ങനെ വരാവൂ, രവി പറഞ്ഞു. ഞാനിപ്പോൾ വരാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ദേവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ദേവൻ ഓഫീസിലെത്തിയപ്പോൾ അഞ്ജലി ദേവന്റെ അടുത്തേക്ക് വേഗം ചെന്നു. ദേവൻ, ഇന്ന് എന്താ വൈകിയത്? അഞ്ജലി ദേവനോടൊപ്പം നടന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ രവി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഡത്തിന് ജോലിയില്ലേ? അതെന്തെന്ന് വച്ചാൽ ചെയ്യാൻ നോക്കൂ. അപ്പോൾ ദേവൻ രവി എന്ന് വിളിച്ചു. എന്നിട്ട് അഞ്ജലിയോട് പറഞ്ഞു, നീ വാ എന്ന് പറഞ്ഞ് ദേവൻ അവന്റെ ക്യാബിനിലേക്ക് നടന്നു. ദേവൻ ക്യാബിനിലെത്തി ചെയറിലിരുന്ന് അഞ്ജലിയോട് ഇരിക്ക് എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട് രവിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദേവൻ, ഇന്നെന്താ വൈകിയത്? അഞ്ജലി ചോദിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, രവി പറഞ്ഞു. ഞാൻ നിന്നോടല്ല ചോദിച്ചത്, നീ മിണ്ടാതിരിക്കെ, അഞ്ജലി പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാ വൈകിയതെന്ന് അറിഞ്ഞാ പോരെ? അത് ഞാൻ പറഞ്ഞാലെന്താ, രവി പറഞ്ഞാലെന്താ? ദേവൻ ചോദിച്ചു. ദേവൻ, നിനക്കെന്നോട് പിണക്കാണോ? നീ നല്ല ദേഷ്യത്തിലാണല്ലോ, അഞ്ജലി ചോദിച്ചു. എനിക്ക് നിന്നോട് പിണക്കൊന്നുമില്ല, ഞാൻ ദേഷ്യത്തിലും അല്ല. നിന്റെ വർക്കെല്ലാം കഴിഞ്ഞോ? ദേവൻ ചോദിച്ചു. ഇല്ല ദേവൻ, കുറച്ച് വർക്ക് കൂടെ ഉണ്ട്. രാവിലെ ദേവനെ കാണാത്തതുകൊണ്ട് ഞാൻ ടെൻഷനിലായി. ദേവൻ ഇന്നലെ കുറച്ച് അപ്സെറ്റ് ആയിരുന്നല്ലോ, അഞ്ജലി പറഞ്ഞു. ഓ സോറി അഞ്ജലി, ഇന്നലെ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാ. അഞ്ജലി മറ്റൊന്നും വിചാരിക്കണ്ട. എനിക്ക് കുറച്ച് തിരക്കുണ്ട് അഞ്ജലി, നമുക്ക് പിന്നെ സംസാരിക്കാം, ദേവൻ പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് സമാധാനായത്. ശരി ദേവൻ
എന്ന് പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് പോയി. ഈ പെണ്ണിന്റെ ഫ്രണ്ട്ഷിപ്പ് സാർ എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ സാറിന് സമാധാനം ഉണ്ടാവൂ, രവി പറഞ്ഞു. നീ എന്റെ പുറകെ നടക്കുന്നത് നിർത്തുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാകില്ല, ദേവൻ പറഞ്ഞു. അപ്പോ ഞാനാണോ പ്രശ്നക്കാരൻ? രവി ചോദിച്ചു. അതെ, അതിലെന്തെങ്കിലും സംശയം നിനക്കുണ്ടോ? നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അറിയാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് മനസമാധാനം ഉണ്ടായിരുന്നു, ദേവൻ പറഞ്ഞു. അത് കേട്ട് രവി ക്യാബിന് പുറത്തേക്ക് പോയി. രവി പോകുന്നത് നോക്കി പുഞ്ചിരിച്ചിട്ട് ദേവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു.